ഓക്കെ ഷ്യാമ്, യു ക്യാൻ സ്റ്റാർട്ട്. തുടങ്ങിക്കോളൂ. കാണുന്നുണ്ട് ഷ്യാമ്, തുടങ്ങിക്കോളൂ. സോ ഹാഫ് ആഡർ ആൻഡ് ഫുൾ ആഡർ ആണ് ടോപ്പിക്. സോ ഫസ്റ്റ് ആഡർ എന്താണെന്ന് പറയാം. സോ ആഡേഴ്സ് ആർ ഡിജിറ്റൽ സർക്യൂട്ട്സ്. Adders എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്, വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ന്യൂമറിക്കൽ അഡിഷൻ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ്. സോ ന്യൂമറിക് ഡാറ്റ പ്രോസസ് ചെയ്യുന്ന ഡിജിറ്റൽ സിസ്റ്റംസിലൊക്കെ ആഡേഴ്സ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിലാണ് ആഡേഴ്സ് ഉണ്ടാവുക. സോ ഇനി ഹാഫ് ആഡർ എന്താണെന്ന് പറയാം. ഹാഫ് ആഡർ ഫുൾ ആഡർ ആണ് ആഡേഴ്സിന്റെ ടൈപ്സ് ആണ്. So coming to half adders. Half adders-ൽ രണ്ട് സിംഗിൾ ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് ഹാഫ് adders യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഫങ്ഷണൽ ടു ലോജിക് ഗേറ്റ് കോമ്പിനേഷൻ. ഈ ഡയഗ്രത്തിൽ കാണിച്ചതുപോലെ എ ആൻഡ് ബി രണ്ട് 1 ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആണ്. അതാണ് ഇവിടുത്തെ ഇൻപുട്ട്. സോ നമുക്ക് ഹാഫ് ആഡറിൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഒരു സം ആൻഡ് എ ക്യാരി ആണ്. ട്രൂത്ത് ടേബിളിലേക്ക് പോവാം. സോ ഇറ്റ് ഈസ് എ 2 വേരിയബിൾ ട്രൂത്ത് ടേബിൾ. ഈ ട്രൂത്ത് ടേബിളിൽ എയുടെയും ബിയുടെയും പോസിബിൾ കോമ്പിനേഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന്റെ സമ്മില് ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്ന 0 1 1 0 ആണ്. സോ ഇക്വേഷൻ വരിക a dash b plus b dash a which is equal to a XOR b. So അതായത് സമ്മിന്റെ ഇക്വേഷൻ s equal to a XOR b ആണ്. അതിൽ ക്യാരി വരുന്നത് ഈ ലാസ്റ്റ് 1 1 കോമ്പിനേഷനിൽ മാത്രമാണ്. സോ ക്യാരി ആയിട്ട് 1 വരുന്നു. അത് ഒരു ആൻഡ് ഗേറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. സോ അതിന്റെ സർക്യൂട്ടിലേക്ക് നോക്കിയാൽ എ ആൻഡ് ബി ഒരു എക്സോർ ഗേറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ സമ്മ് ഔട്ട്പുട്ടായിട്ട് വരുന്നു. ആ എയും ബിയും ഒരു ആൻഡ് ഗേറ്റ് വെച്ചിട്ട് അതിന്റെ ക്യാരിയും കിട്ടുന്നു. ഇത്രയാണ് ഹാഫ് ആഡർ. ഇനി ഫുൾ ആഡർ. ഓക്കെ, ഫുൾ ആഡറിന് ഞാനാണ് എടുക്കുന്നത്. മിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ശ്യാമില് പറഞ്ഞ പോലെ ഹാഫ് ആഡറിന്റെ രണ്ട് ഹാഫ് ആഡർ കൂടിയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഫുൾ ആഡറിന് ഉണ്ടാവാറുള്ളത്. ആദ്യം നമ്മൾ ഫുൾ ആഡർ എന്താണെന്ന് നോക്കാം. ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ 3 ബൈനറി ബിറ്റ്സിനെ ഒരേ സമയത്ത് ആഡ് ചെയ്തിട്ട് സമ്മം ക്യാരി ആയിട്ട് ഔട്ട്പുട്ട് തരുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിലിപ്പം കാണുന്ന പോലെ 3 ഇൻപുട്ടില് എയും ബിയും ആണ് ഫസ്റ്റ് ബിറ്റ്സ് ആയിട്ട് വരുന്നത്. ക്യാരി അതിന്റെ ക്യാരി ആയിട്ടും വരുന്നു. ഇത് പ്രോസസ് ചെയ്തിട്ട് സമ്മും ക്യാരി ഔട്ട് ആയിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഈ സർക്യൂട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഇപ്പം 2 ഹാഫ് ആഡർ സർക്യൂട്ട് വെച്ച് ചെയ്ത പോലെ തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് ഉള്ള ഹാഫ് ആഡർ എയും ബിയും കൂട്ടിയിട്ട് ഒരു പാർഷ്യൽ സം നമുക്ക് തരുന്നുണ്ട്. അതവിടെ വെച്ചിട്ട് സെക്കൻഡ് ആയിട്ടുള്ള ഹാഫ് ആഡർ യൂസ് ചെയ്തിട്ടാണ് ക്യാരിന്നും സം നമ്മൾ കൂട്ടിക്കുന്നത്. ഇത് രണ്ടും കമ്പൈൻ ചെയ്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതില് ആഡർ ലോജിക്, ഹാഫ് ആഡറിലെ ലോജിക് ഒരു ക്യാരി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് ക്യാരിയും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആണ് ഫുൾ ആഡറിന്റെ ട്രൂത്ത് ടേബിൾ. ഇത് 3 വേരിയബിൾ കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് സമ്മിന്റെയും ക്യാരിന്റെ ഇക്വേഷൻ കിട്ടും. സമ്മിന്റെ ഇക്വേഷൻ ആയിട്ട് ഇവിടെ വരുന്നത് സം ഈക്വൽ ടു എ XOR ബി XOR സി ഇൻപുട്ട് ആണ് വരുന്നത്, ക്യാരി ഇന്നാണ് വരുന്നത്.
അതുപോലെ കാരിയുടെ ഇക്വേഷൻ വരുന്നത്, കാരിയുടെ ഇക്വേഷനും ഇതുപോലെ തന്നെ KMF വെച്ച് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നതാണ്. സിന്റെ ഇക്വേഷൻ വരുന്നത് A dot B പ്ലസ് carry in into A XOR B ആണ്. ഓക്കെ, താങ്ക് യു. Okay, Ridul and Shamil. Okay, this is what expected. Okay, thank you. Well, slide എടുക്കല്ലേ, എനിക്ക് ഒരു കാര്യം കൂടി പറയാൻ. എനിക്ക് ഒന്നും കൂടി ഞാൻ ഒരു സാധനം ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ആ ട്രൂത്ത് ടേബിൾ ഒന്ന് എടുക്കൂ. ഷാമിൽ, ട്രൂത്ത് ടേബിൾ, ഫുൾ ആഡറിന്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ഇത് ഇവർ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഒന്നും കൂടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഫുൾ ആഡർ യൂസ് ചെയ്യുന്നത് ഇവർ പറഞ്ഞ പോലെ തന്നെ 3 ബിറ്റ് ആഡ് ചെയ്യാനാണ്. 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ബിറ്റിന്റെ ഒരു ക്യാരി ഇന്നിന്റെ കേസും കൂടെ വരുന്നത്. ഇപ്പൊ സപ്പോസ് നമ്മള് ഒരു 2 4 ബിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു എന്ന് വെക്കുക. എന്ന് വെച്ചാൽ 1010 പ്ലസ് 1111 അങ്ങനെയുള്ള 4 ബിറ്റ് ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും LSB ആഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് 2 ബിറ്റ് ആഡ് ചെയ്യാനുള്ളൂ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ. അപ്പൊ അവിടെ ആഡ് ചെയ്ത് റിസൾട്ട് എഴുതാം. അപ്പൊ ആ പൊസിഷനിൽ ഒരു ഹാഫ് ആഡർ യൂസ് ചെയ്താലും മതി. പക്ഷേ ആ അഡിഷൻ ഒരു ക്യാരി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാരി അടുത്ത 2 ബിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിലാണ് നമുക്ക് ഫുൾ ആഡർ വേണ്ടത്. അപ്പോഴാണ് ഈ ക്യാരി ഇൻ ബിറ്റ് സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 ബിറ്റ് അഡിഷൻ നടക്കുമ്പോൾ നമുക്ക് ഫുൾ ആഡർ വേണം. എന്ന് വെച്ചാൽ ഓരോ 2 2 ബിറ്റ് നമ്പർ 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ there can be or there will be some carry in from the lower bit position addition. അപ്പോൾ ആ കേസിലാണ് ഫുൾ ആഡർ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ ലോവർ ബിറ്റ് പൊസിഷൻ അഡിഷൻസ് ക്യാരി പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ക്യാരി ഇൻ 0 ആവും. അപ്പൊ ലോവർ ബിറ്റ് പൊസിഷൻ അഡിഷൻ ക്യാരി പ്രൊഡ്യൂസ് ചെയ്താൽ എന്ന് വെച്ചാൽ ലോവർ ബിറ്റുകൾ ആഡ്, MSB എന്ന് പറഞ്ഞാൽ അറിയാലോ, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, LSB ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പോൾ LSB പൊസിഷനിൽ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ക്യാരി ഇൻ ഇല്ല, കാരണം അതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ്. പക്ഷേ ആ LSBകൾ ആഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ 1 + 1 വന്നാൽ നമുക്ക് എന്താ 1 0 വരും. അപ്പൊ റിസൾട്ട് 0, സം 0യും ആ 1 ക്യാരി ഔട്ടും ആയിരിക്കും. ഈ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ബിറ്റ് പൊസിഷന്റെ ക്യാരി ഇൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരു ക്യാരി ഇൻ വരുന്നത്, സം ആൻഡ് ക്യാരി ഔട്ട്. ഓക്കെ, ഷാമിൽ ആൻഡ് ഹൃദുൽ, താങ്ക് യു. ദിസ് ഇസ് വാട്ട് എക്സ്പെക്ടഡ് ഫ്രം യു. ഓക്കെ, താങ്ക് യു ഷാമിൽ. അപ്പൊ നിങ്ങൾ ക്ലോസ് ചെയ്തോളൂ പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ആരാണ് പറയുന്നത്? അതുലും ഷാഹിറും. അതുൽ ആൻഡ് ഷാഹിർ റെഡിയാണോ? ഇല്ല ഇന്നിവിടെ. അതുലിനെ കാണാനില്ല. ഷാഹിറിനെ കാണാനില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ മോശം കമന്റ് ആണ് പറയാനുള്ളത്. കാരണം ഒരു കാര്യം ഏറ്റാല് അത് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ആൻസറബിൾ എങ്കിലും ആണ്. അതിനാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്താ, ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെ പറ്റുന്ന പോലെ, ഓരോരുത്തർക്കും പറ്റുന്ന പോലെയല്ലേ അവരവർക്ക് ചെയ്യാൻ പറ്റും, അത് വേറെ കാര്യം. പക്ഷെ ആ സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോടുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. ഇന്ന് പ്രസന്റ് ചെയ്യാമെന്ന് പറയുകയും ഇവിടെ കാണാതിരിക്കുകയും ചെയ്താൽ ഇപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവനവനും കൂടെ നോക്കണ്ടേ. നമ്മളൊരു കാര്യം ഏറ്റാൽ അതിനൊരു ആൻസർ എങ്കിലും കൊടുക്കണ്ടേ. ഇന്ന് എനിക്ക് പറ്റുമോ ഇല്ലേ? അല്ലാതെ ആ സിറ്റുവേഷനിൽ നിന്ന് മുങ്ങിക്കളഞ്ഞാൽ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരെ ഒരു പണി ഏൽപ്പിക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുക, അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അടുത്ത ആളുകളോ? ഫർസീന, സിദ്ധാർത്ഥ് ഉണ്ടോ? അവരും ഇല്ലേ. ഫർസീന ആൻഡ് സിദ്ധാർത്ഥ്. മിസ് സിദ്ധാർത്ഥിന് എന്താണ് എമർജൻസി? അല്ല, ഫർസീനയുടെ മെസ്സേജ് ഞാൻ കണ്ടു. സിദ്ധാർത്ഥ് എന്നോടൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥിന് ഹോസ്പിറ്റലിൽ
എന്താന്നറിയില്ല, അവൻ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് ഉണ്ട്. ഓക്കെ, അത് ഇന്ന് രാവിലെ. അപ്പൊ ഫർസീന നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തോ? അത് ഫർസീനയുടെ കയ്യിലുണ്ടോ? മിസ്സിനോട് പറയാൻ പറഞ്ഞു. അല്ല, അതെ, ഇന്ന് രാവിലെ അല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞത്? ഫർസീനയുടെ കയ്യിൽ നിങ്ങൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തു. ഇല്ല മിസ്, എന്താ ഇല്ലാത്ത? നിങ്ങൾ രണ്ടുപേരും കൂടെ അല്ലേ ചെയ്തത്? ഞാൻ മറ്റേ PDF ആക്കിയിട്ട് PPT ആക്കാൻ വേണ്ടി PDF ആക്കിയിട്ട് PPT ആക്കാൻ വേണ്ടിട്ട് അവന്റെ അല്ല, കയ്യിൽ അപ്പൊ കൊടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് പറ്റുന്നില്ലെങ്കിൽ അയാൾ പോകുമ്പോ ശരിയാണ്, എമർജൻസി വന്നു പോയി, മറ്റേയാളിന് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ടല്ലേ പോണ്ടത്? അല്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ അല്ല, അതാണ് നിങ്ങളുടെ സൗകര്യത്തിന് അങ്ങനെയാണോ ചെയ്യേണ്ട ഒരു കാര്യം? നിങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ഒരാൾക്ക് എമർജൻസി വരുമെന്നുള്ളത് സമ്മതിക്കാൻ ഞാൻ, അപ്പൊ അത് കൂടെ മറ്റേയാളിനെ ഏൽപ്പിച്ചിട്ടല്ലേ പോണ്ടത്? അല്ല, ഇങ്ങനെയൊക്കെ എന്താ ഞാൻ പറയാ, ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറിയ, അതല്ലേ രണ്ടുപേരുള്ളത്, ഒരാൾക്ക് ഇങ്ങനെ അത്യാവശ്യം വന്ന് പോകുന്നു, അത് മനസ്സിലാക്കാം, അത്യാവശ്യം മനുഷ്യർക്ക് എല്ലാവർക്കും വരും. പക്ഷേ പോകുമ്പോ തന്നിരിക്കുന്നത്, അതും ഇന്ന് രാവിലെയാണ് വന്നത്, അപ്പൊ ഇന്നലെ വരെ നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത സാധനം ഒന്ന് മറ്റേയാളിനെ ഏൽപ്പിച്ചിട്ട് എന്നാ നീ പ്രസന്റ് ചെയ്യ, എനിക്ക് പറ്റില്ല എനിക്കിന്ന് പറ്റൂല വരാൻ എന്ന് പറഞ്ഞാൽ അത് ഓക്കെ. അല്ലാണ്ട് ഒന്നുമില്ലാണ്ട് മുങ്ങിയാൽ എനിക്കൊന്നും പറയാനില്ല ഫർസീന. ശ്രുതി ആൻഡ് റാഷിദ്, നിങ്ങൾ റൈറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്തോളൂ കേട്ടോ സ്ലൈഡ്. ഓക്കെ. മിസ്, നമ്മുടെ ടോപ്പിക് സീരിയൽ ആൻഡ് പാരലൽ ആർഡർ ആണ്. അപ്പോ സീരിയൽ ആർഡറിനെ കുറിച്ച് പറയാം. സീരിയൽ ആർഡർ is used to add two binary numbers in serial form. ഒരു മിനിറ്റ് റാഷിദ്, ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കാണുന്നു, പേജ് ബൈ പേജ് കാണിക്കേ. ഇങ്ങനെയാണ് കിട്ടിയത്, എന്താ ചെയ്യാറില്ല മിസ്. PDF ആക്കിയിട്ടാ വെച്ചിട്ടില്ല. മിസ് എന്താ ചെയ്യാ? ഇത് PPT ആക്കിയിട്ട് ചെയ്യണോ? ഹലോ ഹലോ, PDF ഒന്ന് സൈസ് വലുതാക്കി ഓരോ പേജായിട്ട് സ്ക്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ. ഓക്കെ ഓക്കെ. കാണാൻ പറ്റുന്നത് മിസ്സേ? ഹലോ. യെസ്, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പൊ പറ്റുന്നുണ്ട് കേട്ടാ റാഷിദ്. ഇതുപോലെ ഒന്ന് സെക്കൻഡ് പേജ് എടുത്തേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ശരിയായി, പറഞ്ഞോളൂ. സീരിയൽ ആർഡറിനെ കുറിച്ചാണ് പറയുന്നത്. എ സീരിയൽ ആർഡർ ഈസ് യൂസ് ടു ആഡ് ടു ബൈനറി നമ്പേഴ്സ് ഇൻ സീരിയൽ ഫോം. അപ്പോൾ സീരിയൽ ഫോമിലുള്ള രണ്ട് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരിയൽ ആഡേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ് ബൈ ബിറ്റ് അഡീഷൻ ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ് സിമ്പിൾ സർക്യൂട്ടറി ദാൻ പാരലൽ ആഡർ. പക്ഷേ ഇത് ലോ സ്പീഡ് ഓപ്പറേഷൻ ആയിരിക്കും. ഈ സീരിയൽ ആർഡർ കൺസിസ്റ്റ് ഓഫ് 2 ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് a D flip-flop and a full adder. First shift register store input. In this figure we can see 2 inputs and a CM. Okay. Second shift store
output and D flip-flop. It hold carry out and transfer to carry in when next clock signal is applied. And a full adder. It is used to add one pair of bits at a time along with carry. The two binary numbers to be added serially are stored in two shift generators. അതായത് നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് ബൈനറി നമ്പേഴ്സ് ഫസ്റ്റില് ആ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ആവും. ദ സർക്യൂട്ട്സ് ആഡ് വൺ പെയർ അറ്റ് എ ടൈം വിത്ത് ഹെൽപ്പ് ഓഫ് ഫുൾ ആഡർ. അപ്പോൾ ഫുൾ ആഡറിന്റെ ഹെൽപ്പോട് കൂടി ആ ബൈനറി നമ്പേഴ്സ് ആഡ് ആവും. ദ ക്യാരി ഔട്ട്പുട്ട് ഫ്രം ദ ഫുൾ ആഡേഴ്സ് ഈസ് അപ്ലൈഡ് ടു a D flip-flop, the output of which is then used to as a carry input for the next pairs of significant bits. അപ്പോൾ ഈ ക്യാരി ഔട്ട്പുട്ട് പിന്നെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കും. അത് പിന്നെ ക്യാരി ഇന്നായിട്ട് പിന്നെ ഫുൾ ആഡർക്ക് പോകും. However, the sum bit S from the output of full adder can be transferred into a third shift register. മിസ്റ്റർ ഇനി ശ്രുതി പറയും. ഓക്കെ റാഷിദ, ഒരു കാര്യം കൂടിയേ. അതെ, ശ്രുതി വേറെ പ്രസന്റ് ചെയ്യോ അതോ ഇതേ സ്ലൈഡ് തന്നെയാണോ? ഈ സ്ലൈഡ് തന്നെയാ. അല്ല, അപ്പൊ എന്നാ റാഷിദ സീരിയൽ ആഡറിന്റെ ഒന്നും കൂടി അറിയാം, ബ്ലോക്ക് ഡയഗ്രം ഒന്നും കൂടി ഒന്ന് കാണിക്കുവോ? ഓക്കെ, ഒരു മിനിറ്റ്. ആ, കണ്ട്. ഓക്കെ, കാരണം ഇതിനകത്ത് ചില ടേംസ് നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ അല്ലാത്ത കൊണ്ടാണ് ഞാനൊന്ന് പറയാന്ന് വെച്ചാൽ. കാരണം ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഇതുവരെ അതിൽ പഠിച്ചിട്ടില്ല. കാരണം ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഫോർ ദ ടൈം ഇപ്പൊ നിങ്ങൾ അതൊരു മെമ്മറി യൂണിറ്റ് ആണ്. അതിനകത്ത് ഇങ്ങനെ ഈ 4 ബിറ്റ് ഡേറ്റ പ്രസന്റ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ. അപ്പൊ എന്നിട്ട് ഷിഫ്റ്റ് എന്നിട്ട് ഓരോന്നായിട്ട് ഔട്ട്പുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നോക്കൂ, ഇവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഡേറ്റ എന്ന് പറയുന്നത് A3 A2 A1 A0 പ്ലസ് B3 B2 B1 B0. ഇങ്ങനെ ഈ എ ബൈനറി നമ്പറും ബി ബൈനറി നമ്പറും തമ്മിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സീരിയൽ ആഡറിൽ ചെയ്യുന്നത് നേരത്തെ അവർ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫുൾ ആഡർ വേണം ആഡ് ചെയ്യാൻ. അപ്പൊ ഫുൾ ആഡർ അവിടെ വെച്ചിട്ട് ഫുൾ ആഡറിന്റെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഫുൾ ആഡറിന്റെ ഇൻപുട്ടിൽ ബിറ്റ് ബൈ ബിറ്റ് ഓരോ ബിറ്റ് അറ്റ് എ ടൈം ആഡ് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം A0 B0 ഇൻപുട്ട് ചെയ്യും. A0 B0 ഇൻപുട്ട് ചെയ്യുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് A0 പ്ലസ് B0 ഫുൾ ആഡർ ചെയ്യും. എന്നിട്ട് സമം ക്യാരി ഔട്ടും കിട്ടും. എന്നിട്ട് ആ ക്യാരി ഔട്ട് A1 B1ന്റെ ക്യാരി ഇൻ ആണ്. അതുകൊണ്ടാണ് അതൊരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നെ ഒരു ഡിലേ കൊടുത്ത് ഔട്ട്പുട്ടിലേക്ക്. അതുകൊണ്ട് ആ ക്യാരി ഔട്ട് നമുക്ക് അടുത്തതിലേക്ക് വേണം. അതുകൊണ്ട് ആ ക്യാരി ഔട്ട് ഒരു ഡിലേ കൊടുത്ത് വീണ്ടും ഫുൾ ആഡറിന്റെ ക്യാരി ഇന്നിലേക്ക് കൊടുക്കും. അപ്പൊ അടുത്ത അഡീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് A1 B1 ആണ്. അപ്പൊ A1 B1 ആൻഡ് ക്യാരി ഔട്ട് ഓഫ് A0 B0 അതും കൂടെയാണ് അടുത്ത സ്റ്റെപ്പിൽ ഫുൾ ആഡർ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും ഇതുപോലെ അതിന് കറസ്പോണ്ടിങ് ഒരു സമം ക്യാരി ഔട്ടും ഉണ്ടാക്കും. അപ്പൊ ഈ സം ബിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ കണ്ടില്ലേ, ആദ്യം എന്ന് വെച്ചാൽ ഇത് ഈ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഇൻ ചെയ്ത് പിന്നെ അതിനെങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നല്ലോ. അപ്പൊ ആദ്യത്തെ അഡിഷൻ S0 A0 B0 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് S0യിൽ സ്റ്റോർ ചെയ്യും. ഇനി അടുത്തത് A1 B1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം S1ൽ സ്റ്റോർ ചെയ്യും. A2 B2 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം S2ൽ സ്റ്റോർ ചെയ്യും.
അങ്ങനെയാണ്. അപ്പൊ ഈ A2 B2 അഡിഷൻ ചെയ്യുമ്പോൾ ഫുൾ ആഡറിന്റെ ഇൻപുട്സില് A2 B2 പിന്നെ ക്യാരി ഇൻ ആയിട്ട് കിട്ടുന്ന എന്താണ് A1 B1 ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ ആ ക്യാരി ഔട്ട് ആണ് A2 B2ന്റെ ക്യാരി ഇൻ. ഇങ്ങനെ ആഡ് ചെയ്ത് അത് സീരിയലി 4 ബിറ്റ് ഇത് കഴിയുമ്പോൾ നമുക്ക് ഫുൾ സം കിട്ടും. S3 S2 S1 S0യും പിന്നെ ഒരു സിംഗിൾ ബിറ്റ് ക്യാരി ഔട്ട് ആയിട്ടും കിട്ടും. ഓക്കെ റാഷിദ് മതി. ഓക്കെ, താങ്ക് യു റാഷിദ്. ഇനി ശ്രുതി കണ്ടിന്യൂ ചെയ്തോളൂ. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് പ്രസന്റ് ആയിട്ട് മിസ് കാണുന്നുണ്ടോ? അല്ല, കാണുന്നുണ്ട്, പക്ഷേ ഒരു ശരിയായ രൂപത്തിലല്ല. റാഷിദ് തന്നെ പ്രസന്റ് ചെയ്ത് ശ്രുതി പറഞ്ഞാ മതിയോ? അല്ല, ശ്രുതി ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുറച്ചുകൂടെ റാഷിദ് ചെയ്ത പോലെ ഒന്ന് വലുതാക്കൂ, എന്നിട്ട് പേജ് ബൈ പേജ് പ്രസന്റ് ചെയ്യും. ഇപ്പൊ കാണുന്നുണ്ടോ മിസ്? ഇപ്പൊ ശരിയായി, ഇപ്പൊ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാരലൽ ലാഡർ ആണ്. പാരലൽ ലാഡർ ഈസ് എ കോമ്പിനേഷണൽ ഡിജിറ്റൽ സർക്യൂട്ട് ദാറ്റ് ആഡ്സ് 2 ബൈനറി നമ്പേഴ്സ് ഇൻ പാരലൽ ഫോം. അതായത് പാരലൽ ഫോമിലുള്ള 2 ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരലൽ ലാഡർ യൂസ് ചെയ്യുന്നത്. Then it consists of full adders connected in cascade with the output carry from each full adder connected to input carry to the next full adder. So, Miss, I will explain with an example. This is a full adder, parallel full adder. Hello, Miss. ശ്രുതി കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്തോളൂ. Then in a parallel full adder, the number of full adders depends upon the number of bits in the binary number. So here we consider we take 4-bit binary number. So we here we use 4 full adders, and here there is 3 inputs, that is A, B, and the carrier in, and 2 outputs, sum and carry out. So here the initial carry in is 0, and XORing the A, B, C, we get the sum and ശരിയാണ് ശ്രുതി, ധൈര്യമായിട്ട് പറഞ്ഞോ. കറക്റ്റ് ഡയഗ്രാം തന്നെയാണ്, ധൈര്യമായി പറഞ്ഞു. ഡൗട്ട് വരുന്നുണ്ട്. ക്യാരി ഇൻ ക്യാരി വി യൂസ് എ ബി പ്ലസ് ബി സി പ്ലസ്. അത് സാരില്ല, അത് കഴിഞ്ഞ് പറഞ്ഞോളാം. ശ്രുതി ധൈര്യമായി പറഞ്ഞു. ഓക്കെ. A B plus B C plus A C, we get the carry. So here the number we use is 0 1 0 1 and 1 1 0 1 0. So first adding A naught and B naught along with the carry in, we get the sum as 1 and the carry as first carry as 0. Then this carry will consider to the next full consider to adding the next bit, that is A1 and B1. So we get the sum is 1, that is 0 plus 1. So the sum is 1 and the carry is 0.
മിസ് യെസ്, എന്താണ് കഴിഞ്ഞോ? ഇല്ല മിസ്, അതവിടെ 0 തന്നെയല്ലേ വരിക എന്നൊരു ഡൗട്ട്. എവിടെ? ആ ക്യാരി അവിടെ 0 തന്നെയല്ലേ എല്ലാ സ്ഥലത്തും? ആ കാരണം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 1-0 ആണ്. 1-0 വരുമ്പോ 1+0 ആഡ് ചെയ്താൽ നമുക്ക് 1 റിസൾട്ടും ക്യാരി 0 തന്നെയല്ലേ? അപ്പൊ എല്ലാ കേസിലും ക്യാരി 0 തന്നെ വരുള്ളൂ. Then add A2 third bit, that is A2 B2 and the carry C1. So we get the sum is 0 and the carry is sum is 1 and the carry is 0. Then add last 4 bit A3 B3 along with the carry C2. So we get the sum S3 is equal to 1 and the output is 0. Then this is the difference. These are the difference between serial adder and a parallel adder. Serial adder is used to add 2 binary numbers in serial form, and a parallel adder is used to add 2 binary numbers in parallel. And in serial adder, we use shift registers, and in parallel adders, we use parallel loads. Registers with parallel loads. And in serial adder, one single full adder is required, and in parallel adder multiple full adders is required. Then serial adder carry flip-flop is used in serial adder, and parallel adder ripple carry adder is used. Then serial adder is a sequential circuit, but parallel adder is a combinational circuit. In serial adder, propagation delay is less. Miss, ഓക്കെ, ഇത് മാറ്റണ്ട, കഴിഞ്ഞോ സ്ലൈഡ്? കഴിഞ്ഞു മിസ്. അതല്ല മിസ്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുമ്പോ അത് ഞാൻ പറയാം. ഇതിന്റെ മുമ്പിലത്തെ സ്ലൈഡ് എടുക്കൂ, ആ ഒരു ഡയഗ്രാം വെച്ചില്ലേ? യെസ്, ദിസ്. ഓക്കെ ശ്രുതി, ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ഹാവ് എക്സ്പ്ലെയിൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, പാരലൽ ആഡർ ഇതുപോലെ തന്നെയാണ്. 4 ബിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ശ്രുതി കാണിച്ച പോലെ 4 ഫുൾ ആഡേഴ്സ് പാരലലി ഓപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പാരലലി നേരത്തെ ഷാഹിർ കാണിച്ച, അല്ല ആരാണ് കാണിച്ചത്? ശ്രുതിയുടെ കൂടെ റാഷിദ് കാണിച്ച മറ്റേ എന്താണ് സീരിയൽ ആഡർ ഓർമ്മയുണ്ടെങ്കിൽ കാണാം. സീരിയൽ ആഡറിൽ ഇതുപോലെ ആദ്യം A0 B0 ആഡ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് മാത്രമേ A1 B1 നമ്മൾ കൊടുക്കുള്ളൂ. പിന്നെ A1 B1ന്റെ അഡിഷൻ കഴിഞ്ഞിട്ട് A2 B2 കൊടുക്കൂ, അങ്ങനെയായിരുന്നു. ഇതിൽ അങ്ങനെയല്ല, സൈമൾട്ടേനിയസ്ലി 4 കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രോബ്ലം അതാണ് ഈ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞാൽ. നോക്കൂ, A0 B0 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാരിയാണ് A1 B1 ആഡ് ചെയ്യുമ്പോൾ ക്യാരി ഇന്നായി വരുന്നത്. അപ്പോ A0 B0 ആഡ് ചെയ്താൽ നിങ്ങൾ ആ സർക്യൂട്ട്, അവർ ഗേറ്റ് വെച്ചിട്ടുള്ള സർക്യൂട്ട് കാണിച്ചല്ലോ, അപ്പൊ കണ്ടു 2 ഗേറ്റിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ ആ പാസ് ചെയ്യുമ്പോൾ അതിനൊരു ഡിലേ ഉണ്ട് എന്ന് വെച്ചാൽ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ നാനോ സെക്കൻഡ്സ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ടേക്ക് 20 നാനോ സെക്കൻഡ്സ്. ആ ഒരു എന്ന് വെച്ചാൽ A0 B0 നമ്മൾ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്താൽ ഒരു 20 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടേ C0 പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, എന്ന് വെച്ചാൽ അതിന്റെ ക്യാരി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യൂ. അപ്പോൾ നമ്മൾ അറ്റ് എ ടൈം തന്നെ A1 B എല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്, എല്ലാ ഇൻപുട്സും അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് ക്യാരി എന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യാൻ 20 നാനോ സെക്കൻഡ് എടുക്കും. ആ ക്യാരിയാണ് സെക്കൻഡ് ഫുൾ ആഡറിന്റെ ക്യാരി ഇൻപുട്ട്. അപ്പൊ ഫസ്റ്റ് എണ്ണത്തിന് അതിനൊരു 20 നാനോ സെക്കൻഡ്, വീണ്ടും അനദർ 20 നാനോ സെക്കൻഡ്സ് എടുത്തിട്ടാണ് അതിന്റെ ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്. സോ അതാണ് A2 B2ന്റെ ക്യാരി ഇൻ. അപ്പൊ A2 B2 ഇൻപുട്സ് ആദ്യമേ കിട്ടിയെങ്കിലും അതിന്റെ ക്യാരി ഇൻ കിട്ടാൻ എന്ന് വെച്ചാൽ ആക്ച്വലി C1 C1 അതിന്റെ C1 കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു 40 നാനോ സെക്കൻഡ്സ് ഡിലേ ഉണ്ട്. പിന്നെ അതിന്റെ ക്യാരി പ്രൊഡ്യൂസ് ചെയ്യാൻ അനദർ 20, അപ്പൊ ഒരു 60. അപ്പോ ഫൈനൽ ബിറ്റിന് MSB ബിറ്റ് A3 B3ക്ക് ആക്ച്വലി അതിന് പ്രോസസ് ചെയ്യണമെങ്കിൽ അതിനൊരു 40 പ്ലസ്
60 നാനോ സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് അത് പ്രോസസ് ചെയ്താലേ കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടൂ. അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഓരോന്നും കൂടെ കയറി ഇറങ്ങിയാണ് ക്യാരി ഔട്ട്പുട്ടിൽ എത്തേണ്ടത്. ഈവൻ ദോ വി ആർ ഫീഡിങ് ദ ഇൻപുട്സ് അറ്റ് ദ സെയിം ടൈം, ദ carry has to propagate through all the circuits. ഈ എല്ലാ ഫുൾ ആഡേഴ്സിലും കൂടെ കയറി പോയിട്ട് ക്യാരി ഫൈനലിൽ എത്തൂ. അതാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. അതൊരു പ്രോബ്ലം ആണ് പാരലൽ ആഡേഴ്സിൽ. ഇത് ഓവർകം ചെയ്യാൻ നമുക്ക് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സർക്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇവര് കമ്പാരിസൺ കാണിച്ചത് ശരിയാണ്. അതുപോലെ കാരണം സീരിയൽ ആഡറിൽ നമുക്ക് ആഡർ സർക്യൂട്ട് ഒരെണ്ണം മതി, പിന്നെ ഇൻപുട്ട് സീരിയലി പ്രൊവൈഡ് ചെയ്യാനുള്ള സർക്യൂട്ടുകൾ കൊടുത്താൽ മതി. പക്ഷെ പാരലൽ ആഡറിൽ ഇതുപോലെ ക്യാരിക്ക് പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ട്. Okay, Shruti and Rashid, your presentation also good. This is only what I expect from you. Okay. Thank you. Okay, thank you the 4 people who are presented today. അപ്പോൾ നിങ്ങൾ ഈ മെറ്റീരിയൽ ഒന്ന് ആ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാൻ നോക്കൂട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ക്ലാസ് മെറ്റീരിയൽസിൽ ഒന്ന് ഷെയർ ചെയ്യും. പറ്റിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയും, ത്രൂ ഞാൻ അത് ഷെയർ ചെയ്യാം കേട്ടാ. ശ്രുതി ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവർക്ക് ശ്രുതി ആൻഡ് ശ്യാമിൽ ഷെയർ ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബാക്കി 2 പേര് ഇന്ന് ഇല്ല, 2 ബാച്ചുകൾ ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഇത് ഒരു അസൈൻമെന്റിന്റെ ഭാഗമായി, നിങ്ങൾക്ക് റിട്ടേൺ അസൈൻമെന്റ് എന്ന് ഞാൻ തരാത്ത അതാണ്. അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രസന്റേഷൻ. അപ്പൊ എല്ലാവർക്കും ഇത് എന്തായാലും ഒരു ഇതുപോലത്തെ ചെറിയ ടോപ്പിക്സ് പ്രസന്റ് ചെയ്യണം. അപ്പോൾ അത് പ്രസന്റ് ചെയ്തില്ലെങ്കിൽ ആ അസൈൻമെന്റിന്റെ പോർഷനിലെ മാർക്ക് പോവും എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ പ്രസന്റ് ചെയ്യൂ, അത്രേ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ കുട്ടികളാണെന്ന് അറിയാം, നിങ്ങൾക്ക് അതുപോലെ ഭയങ്കര പെർഫെക്റ്റ് ആയി ചെയ്യണം എല്ലാം അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റംപ്റ്റ് ഉണ്ടാവണം, അതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് മക്സ് ആൻഡ് ഡിമക്സ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. വേഗം ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞോ. വേഗം ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് അറ്റൻഡൻസ് പറ. നമ്പർ 1. ഇനി 1ഉം 2ഉം ഒക്കെ ഉണ്ടല്ലോ, വേഗം പറയും. 1 2 പറഞ്ഞോ. 3 അദ്വൈത് ഇല്ലേ? അദ്വൈതിനെ കാണാനില്ല. അവസാനം പറയും. അദ്വൈത് ഓക്കെ. 4 പറഞ്ഞോളൂ, കണ്ടിന്യൂ. 5 യെസ്. 6 പറഞ്ഞോ. 7 8 യെസ്. 9 10 വേഗം പറഞ്ഞോ. 11 12 അറീബില്ല. 12 അറീബിനെ കാണാനില്ല. 13 12 13 കാണുന്നില്ലേ? അർജുൻ 15 16 ഉറച്ചു പറയേ. 17 അതുലില്ല. 18 19 വേഗം പറഞ്ഞു. ഓ യെസ്, വേഗം പറഞ്ഞോ. 20 21 22 23 24 25 ഇല്ല. 26 27 28 30 യെസ്. 31 32 33 33 34 35 36 37 39 40 യെസ്. 41 42 ഇല്ല.
43. 44. 45. 45. 46. വിഷ്ണു ഇല്ല. 47. 48. ഓക്കെ ഓക്കെ. മിസ് 36 ഉണ്ട് മിസ്. അത് കോൾ വന്നപ്പോ ഇത് കട്ടായി പോയതാ. ശരി 36 ഉണ്ട്. ഓക്കെ. താങ്ക് യു. ടീച്ചർ 3% 3 അല്ലേ? ഓക്കെ ശരി. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞേ കാണുന്നുണ്ടോ ഇല്ലെന്ന്. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് മക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഒരു മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു. സോ മൾട്ടിപ്ലക്സർ ഇസ് എ ഡേറ്റ സെലക്ടർ വിച്ച് ഈസ് യൂസ്ഡ് ടു സെലക്ട് one output at a time from many inputs. It will have input, data inputs, select lines and output. ഇനി പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്താണ് ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇംപ്ലിമെന്റഡ് ത്രൂ മക്സ് അത് ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ മക്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന്. അതിന് ഇപ്പോൾ 4 വേരിയബിൾ എക്സ്പ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനാണെങ്കിൽ 4 വേരിയബിൾസിന് 16 പോസിബിൾ കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ഒരു ഇതും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ 1010 ഇൻപുട്ട് കണക്ട് ചെയ്ത് പോയാൽ 16:1 മക്സ് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇൻപുട്സിനെ നമ്മൾ ഒന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം എക്സ്പ്രഷനെ നമുക്ക് 8:1 മക്സ് വെച്ചും ഇംപ്ലിമെന്റ് ചെയ്യാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ മൾട്ടിപ്ലക്സർ കാസ്കേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഒരു 8:1 മൾട്ടിപ്ലക്സർ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ചിപ്പ് തന്നെ വേണമെന്നില്ല, 8:1 ചിപ്പ് തന്നെ വേണമെന്നില്ല. നമ്മുടെ അടുത്ത് 4:1 ചിപ്പുകളാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് നമുക്ക് 8:1 ഇംപ്ലിമെന്റ് ചെയ്യാം. 2:1 ചിപ്പുകളാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അത് വെച്ചിട്ട് 8:1ന്റെ ഫങ്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അങ്ങനെ ഇപ്പൊ ഇത് 8:1 മാത്രമാണ് എന്ന് വെച്ചാൽ വളരെ കൂടുതൽ ഇൻപുട്ട് ലൈൻസ് ഇത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈവൻ 32:1 64:1 ചെയ്യണമെങ്കിൽ ലോവർ ഓർഡർ മക്സസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യാം. അതെങ്ങനെ എന്ന് ഇത് വെച്ച് പറഞ്ഞു. ഓക്കെ, ഇനി ഇത്രയും ക്ലിയർ ആയോ? ഇനി അടുത്തതിലേക്ക് പോവാമോ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡി മൾട്ടിപ്ലക്സർ ആണ് നെക്സ്റ്റ് ടോപ്പിക്. ഇസ് ദിസ് ഓൾ ക്ലിയർ? Okay, then we'll go to our next topic, which is demultiplexer. മക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് demultiplexer. As the name implies, it is demultiplexer. Demultiplexer reverses the multiplexing function. It takes data from one line and distributes them to a given number of output lines. Takes data from one input line and distributes among many. So Dmux is also known as data distributor. Mux data selector ആണെങ്കിൽ Dmux data distributor. Dmux performs the reverse. It takes a single input and distributes over several outputs. So ഇതാണ് Dmux-ന്റെ functional diagram. It takes input from one and distributes over a number of outputs. Large R indicates one or more lines. The select input code determines to which output data will be transmitted. Data input is transmitted to only one of the outputs as determined by the select input code. നമ്മൾ മക്സി പറഞ്ഞ പോലെ തന്നെ അറ്റ് എ ടൈം ഈ സാധനം ഈ ഡേറ്റ ഇൻപുട്ട് ഏതെങ്കിലും ഇവിടെ പല ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ട്, ഔട്ട്പുട്ട് 0 to ഔട്ട്പുട്ട് n-1, ബട്ട് അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നുമായിട്ട് മാത്രമേ ഇത് കണക്ട് ആവും. കാരണം ഇറ്റ്സ് റൊട്ടേറ്റിംഗ് സ്വിച്ച് പോലത്തെ ഒരു സാധനം ഇൻപുട്ടിലുണ്ട്, ഈ കൺട്രോൾ സർക്യൂട്ടിലുണ്ട്. അത് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടുമായിട്ട് മാത്രമേ കണക്റ്റഡ് ആവുള്ളൂ. ഇൻ അതർ വേർഡ്സ്, the multiplexer takes one data input source and selectively distributes it to
one of n output channels, just like multi-position switch. So again, we are once again defining in another way. A DMUX is a digital switch with a single input and a multiple outputs. The select line determines which output the input is connected to. DMUX types like 1 to 2 DMUX, that is, it will take one input source and distributes over 2 output lines. 1 to 4, that means it will from one input source, it will distribute along 4 output lines. So like this, a computer's single source PC, its output when passed through a DMUX, we can control the destination to which the output of this PC is connected to, like can be connected to a laser printer, can be connected to a fax machine, can be connected to an inkjet printer or a pen plotter. Different outputs devices are connected. So depending on the select lines, we can determine what output is connected to the output of the PC at a time. So at any one time, only one of these outputs can be selected, not simultaneously. Okay, this is the logical diagram. See the difference between functional diagram and logical diagram. This is the functional diagram. It only explains the functions, but the actual circuit diagram, when it comes to digital circuits, it's known as the logical diagram or the digital circuit diagram. So the data input, ഈ data input നോക്കൂ 4 ഔട്ട്പുട്ട്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന്. ഈ ഒരു ഡേറ്റ ഇൻപുട്ട് ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്ത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ആൻഡ് ഗേറ്റ്സ് യൂസ് ചെയ്താൽ നോക്കൂ 4 ആൻഡ് ഗേറ്റ്സ് ആണ് ഔട്ട്പുട്ട് ഗേറ്റ്സ്. അപ്പൊ 4 എണ്ണത്തിന്റെയും ഓരോ ഇൻപുട്ടില് ഈ ഡേറ്റ ഇൻപുട്ട് കൊടുത്തു. ഇനി ഈ 2 സെലക്ട് ലൈൻസ് വെച്ചിട്ടാണ് നമുക്ക് 4 ഔട്ട്പുട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക. ബിക്കോസ് 2 is 4. സോ അപ്പൊ ഈ ഇതിന്റെ കോമ്പിനേഷൻ അനുസരിച്ച് സപ്പോസ് ഇത് 2 0 ആയാൽ ഇൻപുട്ട് ഡേറ്റ D0 കിട്ടണം. അപ്പൊ അതനുസരിച്ച് ആൻഡ് ഗേറ്റിന്റെ ബാക്കി 2 ഇൻപുട്സും കൊടുത്തു. കാരണം നോക്കൂ ഇവിടെ 2 S0 S1, ഇവിടെ S0 കോംപ്ലിമെന്റ് S1 കോംപ്ലിമെന്റ് കിട്ടും. ഇവിടെ 0 ആയാൽ ഇവിടെ 1 വരും. നിങ്ങൾക്കറിയാം ഒരു ആൻഡ് ഗേറ്റിന്റെ എല്ലാ ഇൻപുട്സും 1 ആയാൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അല്ലെങ്കിൽ ഇത് രണ്ടും 1 ആയാൽ മാത്രമേ ഇവിടെ എന്താണോ ഡേറ്റ ഉള്ളത് അത് ഔട്ട്പുട്ട് വരൂ. ഇത് രണ്ടും 1 ആയാൽ ഇവിടെ 0 വന്ന ഔട്ട്പുട്ട് 0 ആവും, ഇവിടെ 1 വന്ന ഔട്ട്പുട്ട് 1 വന്നു. അപ്പോൾ ഈ സെലക്ട് ലൈൻസ് ഈ ആൻഡ് ഗേറ്റിനെ എനേബിൾ ചെയ്യും. So that whatever data present here will be routed to the output. So select inputs are used to enable the different AND gates. When it is 0 the AND gate responsible for D0 will be enabled. When it is 0 1 the AND gate responsible for D1 will be enabled. കാരണം 0 1 ആവുമ്പോൾ ഇത് 0 ആയതുകൊണ്ട് നോക്കൂ ഈ 0 ഇവിടെ 1 വന്നു, ആ 1 ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, S0 ആണ് ഡയറക്റ്റ് ഇവിടെ. So when the select lines is 0 1 D1, only D1 will be, only this AND gate responsible for producing D1 that will be enabled. അത് എനേബിൾ ചെയ്യുമ്പോൾ ഡേറ്റ ഇൻപുട്ട് എല്ലാ ആൻഡ് ഗേറ്റ്സിന്റെ ഇൻപുട്ടിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ D1 മാത്രമേ എനേബിൾഡ് ആയതുകൊണ്ട് അതിന്റെ ഔട്ട്പുട്ടിൽ മാത്രമേ ഡേറ്റ ഇൻപുട്ട് കിട്ടുള്ളൂ. അതുപോലെ D2 1 0 വരുമ്പോൾ 1 0 ഇവിടെ 1 ഇവിടെ 0 വരുമ്പോൾ നോക്കൂ ഇതാ ഈ S1 ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, S0 കോംപ്ലിമെന്റ് ചെയ്താണ് D2ന്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ 1 0 കോമ്പിനേഷനിൽ ഈ D2 മാത്രമേ ഈ ഗേറ്റ് മാത്രമേ എനേബിൾഡ് ആവൂ. സോ ഈ ഇൻപുട്ട് ഡേറ്റ D2 കൂടെ മാത്രമേ ആ സമയത്ത് കിട്ടൂ. അതുപോലെ 1 1 വരുമ്പോൾ ഈ ആൻഡ് ഗേറ്റ് മാത്രം എനേബിൾഡ് ആവുകയും ഡേറ്റ ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദിസ് ഇസ് 1 line to 4 line demultiplexer. Same thing with the circuit diagram. It is with the truth table. It's explained here because 0 0 ആവുമ്പോൾ D0 മാത്രം ഔട്ട്പുട്ട് കിട്ടും, ബാക്കി എല്ലാ ഔട്ട്പുട്ട്സും 0 ആവും. ഡോൺ കെയർ ഇട്ടത് D0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും, D0 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആവും. വാട്ട് എവർ മേ ബി ദ ഡേറ്റ പ്രസന്റ് ഔട്ട്പുട്ട് വിൽ ഗെറ്റ് അറ്റ് D0. 0 1 ആവുമ്പോൾ D1 whatever 0 ആണോ 1 ആണോ അതനുസരിച്ച് ഔട്ട്പുട്ട് വരും, ബാക്കിയെല്ലാം 0 0. സോ ഇതാണ് ഇങ്ങനെ ഡേറ്റ ഇൻ ഡിമൾട്ടിപ്ലൈന്റെ ഡേറ്റ ലൈൻ. ഇങ്ങനെയാണെങ്കിൽ സെലക്ട് ലൈൻസ് അനുസരിച്ച് ഈ ഡേറ്റ ഔട്ട്പുട്ട് വരുന്നത് നോക്കൂ. 0 0 ആവുമ്പോൾ
D0 ആണ് ഡേറ്റ കിട്ടുന്നത്. അപ്പൊ D0 ആവുമ്പോൾ ഈ കണ്ടീഷനിൽ 1 ആണ്. സോ D0 1 ആയി. ബാക്കി എല്ലാ സമയത്തും D0 ഡിസേബിൾഡ് ആയതുകൊണ്ട് അത് ഡിസേബിൾഡ് ആയിട്ടിരിക്കും. ഇനി ഇവിടെ നോക്കൂ 0 1 വരുന്ന സമയത്ത് D1 ഈ ഡേറ്റ ലൈൻ കണക്ട് ആവുന്നത്. അപ്പൊ ഡേറ്റ ലൈനിന്റെ കണ്ടീഷൻ അപ്പൊ 1 ആണ്. അതുകൊണ്ട് D1 1 കിട്ടും. ബാക്കി സമയത്തെല്ലാം D1 ഡിസേബിൾഡ് ആയിരിക്കും. ഇനി D2 വരുമ്പോൾ D2 എന്ന് പറഞ്ഞാൽ 1 0 നോക്കൂ 1 0. D2 വരുമ്പോൾ ഇവിടെ ആക്ച്വൽ വരുന്ന ഡേറ്റ 0 ആണ്. അതുകൊണ്ട് 0 ആയിരിക്കും. ബാക്കി സമയത്ത് വീണ്ടും ആ 1 0 കോമ്പിനേഷൻ വരുന്ന സമയത്ത് മാത്രമേ അത് എനേബിൾഡ് ആവുള്ളൂ. ഇവിടെ 2 സൈക്കിൾ ഓഫ് ഇൻപുട്സ് എന്ന് വെച്ചാൽ 0 0ന്റെ എല്ലാ കോമ്പിനേഷനും 1 1 വരെ എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് 1 വരെ ഇത് 1 1 എത്തിക്കഴിഞ്ഞാൽ വീണ്ടും 0 0 0 1 1 0 1 1. അപ്പൊ 2 സൈക്കിൾ ഓഫ് സെലക്ട് ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ 2 സൈക്കിൾ ഓഫ് ഇൻപുട്ട് കോമ്പിനേഷനും ഇവിടെ ഇൻപുട്ട് എങ്ങനെയാണ് ഔട്ട്പുട്ടിലേക്ക് റൂട്ട് ചെയ്യുന്നതെന്ന് ഈ ടൈമിംഗ്, ദിസ് ഇസ് നോൺ ആസ് ദ ടൈമിംഗ് ഡയഗ്രാം. ഇങ്ങനെ വേവ് ഫോംസ് ആയിട്ട് ഡേറ്റയും സെലക്ട് ലൈൻസും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന മക്സിന് നമ്മളിങ്ങനെ ടൈമിംഗ് ഡയഗ്രാം നോക്കിയായിരുന്നു. സോ ദിസ് ഈസ് നോൺ ആസ് ദ ടൈമിംഗ് ഡയഗ്രാം ഓഫ് എ ഡിമക്സ്. ഓക്കെ, so this is also the same timing diagram or almost similar timing diagram but with a different color coding. അത്രേ ഉള്ളൂ. ഇതും കൂടെ നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയാണ്. സെയിം സാധനം തന്നെ നമ്മൾ ഇത് 1 to 4 ഡിമക്സ് ആയിരുന്നു, 1 to 8 ഡിമക്സ്. അപ്പോൾ ഔട്ട്പുട്ടിൽ 8 ആൻഡ് ഗേറ്റ്സ് ഉണ്ട്, 3 സെലക്ട് ലൈൻസ്, 2�3 is 8. ഹിയർ ഓൾസോ ഡേറ്റ ലൈൻ ഒരു സിംഗിൾ ഡേറ്റ ലൈനേ ഉള്ളൂ. ഇതുപോലെ ഡേറ്റ ലൈൻ 8 എണ്ണമായിട്ട് കണക്റ്റഡ് ആണ്. സെലക്ട് ലൈൻസ് വെച്ച് നമ്മൾ ഇതിൽ ഈ 8 ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റ്സിൽ ഓരോ ഗേറ്റും അറ്റ് എ ടൈം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കും, അറ്റ് എ ടൈം എനേബിൾ ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ് ദ ഡേറ്റ ഇൻപുട്ട് കണക്റ്റഡ് ടു ദാറ്റ് ഗേറ്റ് വിൽ ബി അവൈലബിൾ അറ്റ് ദി ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ഡീമൾട്ടിപ്ലക്സർ. സോ നമ്മുടെ മക്സ് ആൻഡ് ഡിമക്സ് ടോപ്പിക് കഴിഞ്ഞു. സോ ഇതിന് റിലേറ്റഡ് ആയ 1-2 എക്സാമ്പിൾസ് ഞാൻ ഇന്ന് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം, നിങ്ങൾക്ക് ചെയ്തു നോക്കാനായിട്ട്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്, അതർവൈസ് വിൽ ലീവ്. ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലെങ്കിൽ ഓക്കെ, വിൽ ലീവ്.